ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രിറ്റി ടോക്സ്. ചില സിനിമകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഈ കൊള്ളയും കൊലപാതകവും അല്ലെ വ്യഭിചാരം ഒക്കെ നടത്തി കുറേ പൈസ ഉണ്ടാക്കുന്ന നായകനോ നായികയോ വില്ലനോ ഒക്കെ കിട്ടുന്നതിൽ ഒരു പങ്ക് ഈ ചാരിറ്റിക്ക് കൊടുക്കുന്നതായിട്ട്. രാജാവിന്റെ മകൻ എന്ന് പറഞ്ഞ സിനിമയിൽ നായിക അംബിക മോഹൻലാലിന്റെ കൂടെ കൂടിയിട്ട് ഇല്ലീഗലായി കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് പണ്ട് താൻ ജനിച്ചു വളർന്ന അനാഥാലയത്തിനെ സഹായിക്കാൻ ചെല്ലുന്ന ഒരു സീനുണ്ട്. സിനിമയിൽ പള്ളിയിലച്ഛന്റെ റോള് ചെയ്യുന്നത് അടൂർബാസി സാറാണ്. അപ്പൊ അംബിക 1 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് ഈ അടൂർബാസിക്ക്, പള്ളിയിലച്ഛന്റെ റോള് ചെയ്യുന്ന അടൂർബാസി സാറിന് കൊടുത്തുകൊണ്ട് പറയും, അച്ഛോ പണ്ട് അച്ഛൻ പറയാറുണ്ടല്ലോ പൈസയ്ക്ക് നല്ല ബുദ്ധിമുട്ടാണ് എന്നുള്ളത്, ഇത് 1 ലക്ഷം രൂപയുടെ ചെക്കാണ്, ഇത് സ്വീകരിക്കണമെന്ന്. അപ്പൊ ഈ അച്ഛൻ അംബികയോട് തിരിച്ചു പറയുന്നതാണ്, നീ നേരായ രീതിയിൽ, അതായത് ദൈവത്തിന് നിരക്കാതെ ഉണ്ടാക്കിയ പൈസ അല്ലെങ്കിൽ ഈ പൈസ ഞാൻ വാങ്ങാന്ന്. പക്ഷെ അച്ഛന് നേരെ നീട്ടി ആ ചെക്ക് അംബിക തിരിച്ചു വാങ്ങുകയാണ്. അംബിക ആ ചെക്ക് അച്ഛന് കൊടുക്കുന്നില്ല. കാരണം അംബികയ്ക്ക് വ്യക്തമായിട്ട് അറിയാം അത് നേരായ രീതിയിൽ അംബിക ഉണ്ടാക്കിയ പൈസയല്ല എന്നുള്ളത്. ഇതിപ്പോ ഒരു സിനിമയിലെ സീനാണ് ഞാൻ പറഞ്ഞതെങ്കിലും കൂടി സമൂഹത്തില് ഒരുപാട് പേര് ഇത്തരത്തിൽ വൃത്തികേടുകളിലൂടെ ഉണ്ടാക്കിയ പൈസ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ചെലവാക്കുന്നുണ്ട്. നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ താരവുമായ ഹൻസിക കൃഷ്ണ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ വീഡിയോയിൽ തുണിയൂരി കാണിച്ചത് വലിയ വിവാദമായപ്പോ ആ സബ്സ്ക്രിപ്ഷനിലൂടെ കിട്ടിയ പൈസയൊക്കെ ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുകയാണെന്ന് പറഞ്ഞാണ് ഹൻസിക അന്ന് ആ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തത്. എന്തെങ്കിലുമൊക്കെ വിവാദം ഉണ്ടാവുമ്പോൾ അതിനെ മറയ്ക്കാനും കള്ളപ്പണം വെളുപ്പിക്കാനും നാട്ടുകാരെ കാണിക്കാനും ഒക്കെയായുള്ള നല്ലൊരു മാർഗമായിട്ട് ഇപ്പൊ ചാരിറ്റി മാറിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ തുണി അഴിച്ചു തുള്ളുന്ന നിമിഷ ബിജോയും ഇപ്പൊ ചാരിറ്റിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഉപയോഗമുണ്ട്, നെറ്റ് സംവിധാനമുള്ള ഫോൺ ഉണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെ കയ്യിലും എന്താണ്, ഇന്റർനെറ്റ് സൗകര്യമുള്ള ഫോൺ തന്നെയാണ് ഉള്ളത്. പക്ഷെ അവരെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ തുണി അഴിച്ച് കാണിച്ചിട്ടല്ല അന്നന്നത്തെ ആഹാരത്തിനുള്ള വക കണ്ടെത്തുന്നത്. ഈ തുണി അഴിച്ചു തുള്ളിയാല് ഒരുപാട് പൈസ ഉണ്ടാക്കാമെന്ന് അറിഞ്ഞിട്ടും പണത്തേക്കാൾ വലുത് മാനമാണെന്നും അന്തസ്സാണെന്നും കരുതുന്നവര് ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ള പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് രീതിയിലും പണമുണ്ടാക്കി പാവങ്ങളെ സഹായിക്കുന്നു എന്ന ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചിലരൊക്കെ അങ്ങോട്ട് ചെല്ലുന്നത്. സത്യത്തിൽ ഇങ്ങനെ തുണിയൂരി കിട്ടിയ പൈസ കൊണ്ടാണ് തങ്ങൾക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇവർ വാങ്ങി തരുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം എടുത്തിട്ട് ഇവരുടെ മുഖത്ത് എറിയുന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഇങ്ങനെ തുണിയൂരി വൃത്തികെട്ട രീതിയിൽ നടന്ന് ആർക്കും എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ ഈ പാവങ്ങളായിട്ടുള്ള ആളുകൾ അത് ചെയ്യാത്തത് അവരുടെ അന്തസ്സും അഭിമാനവും കൊണ്ടാണ്, അല്ലെ? അപ്പൊ ആ അന്തസ്സിനെയും അഭിമാനത്തിനെയും ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ അതിനെ കളിയാക്കുന്ന രീതിയിലാണ് ഈ തുണി ഊരി കിട്ടിയ പൈസ കൊണ്ട് സാധനങ്ങൾ വാങ്ങിച്ച് ആളുകൾക്ക് കൊടുക്കുന്നത് സോഷ്യൽ മീഡിയയിലിട്ട് കയ്യടി വാങ്ങാൻ ശ്രമിക്കുന്നവര് ചെയ്യുന്നത്. സത്യത്തിൽ നാണം കെട്ടുണ്ടാക്കിയ കുറച്ച് പൈസ എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അവരെ കരുവാക്കി നല്ല പേര് നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല ഇവർ ഈ ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന 100 രൂപയിൽ നിന്ന് നമുക്ക് ആ 100 രൂപ കൊണ്ട് 100,000 ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും കൂടി ആ 100 രൂപയിൽ നിന്ന് ഒരു 10 രൂപ ചാരിറ്റിയായി കൊടുത്ത് മറ്റുള്ളവന്റെ വിശപ്പ് അകറ്റാൻ ശ്രമിക്കുന്ന ആ 100 രൂപയ്ക്കല്ലേ ഇതിനെക്കാട്ടും മഹത്വം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഗതികേടുകൊണ്ടായിരിക്കും പലരും ഇത്തരക്കാരിൽ നിന്ന് പൈസയോ അല്ലെങ്കിൽ സഹായങ്ങളോ വാങ്ങിക്കുന്നത്. ആ ഗതികേടിനെ പോലും ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഈ ഫോട്ടോകളും പോസ്റ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ പൈസ ഉണ്ടാക്കുന്നതിൽ കുറ്റബോധം തോന്നിയിട്ട് പാവങ്ങളെ സഹായിച്ചോട്ടെ, പക്ഷെ അതും വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നതാണോ യഥാർത്ഥ ചാരിറ്റി? പലർക്കും അവർ ചെയ്യുന്ന വൃത്തികേടുകൾ മറയ്ക്കാനുള്ള ഒരു മറ മാത്രമാണ് ഇപ്പൊ ചാരിറ്റി. മറ്റുള്ളവരുടെ ഗതികേടിനെ ചൂഷണം ചെയ്തു പോലും തനിക്ക് നല്ല പിള്ള ഇമേജ് കിട്ടണമെന്ന് കരുതുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വിലസുന്നുണ്ട്. അന്തസ്സോടെ ഉണ്ടാക്കിയ പൈസയിൽ നിന്ന് ഒരു പൊതിച്ചോറ് വാങ്ങി ഒരാളുടെ വിശപ്പ് അകറ്റാനായാൽ അത് ചാരിറ്റിയുടെ നല്ല വശം. മറിച്ച് വൃത്തികേടുകളിലൂടെ ഉണ്ടാക്കിയ പൈസ കൊണ്ട് 10,000 പേർക്ക് അന്നം മൂട്ടി അത് സോഷ്യൽ മീഡിയയിലിട്ട് ലൈക്കും ഷെയറും വാങ്ങുന്നത് ചാരിറ്റിയുടെ ഏറ്റവും വൃത്തികെട്ട വശമാണ്.